പുനലൂരിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള ഒരു ബൈക്ക് റൈഡിൻ്റെ വിശേഷങ്ങളും ഒരു വൺ ഡേ ട്രിപ്പിൽ എങ്ങനെയൊക്കെ ഒരു ടൂർ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റോസ്മല വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ് പോകുന്നത്. ഫോറസ്റ്റിലൂടെയുള്ള ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ ഈ ഫോറസ്റ്റിലേക്ക് നമുക്കൊരു എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ഇത് തികച്ചും ഒരു ബൈക്ക് റൈഡിന് പറ്റിയ ഒരു ഏരിയ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടമ്പുഴയിൽ നിന്നും മൂന്നാറിലേക്ക് പോയവർക്കറിയാം ആ റോഡിൻ്റെ ഒരു ഭംഗി. ഏകദേശം അതിനേക്കാളും ഒരു അത്യാവശ്യം ഒരു ഓഫ് റോഡും അതേപോലെ തന്നെ കാടിൻ്റെ ഭംഗി, കുറച്ച് വാട്ടർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള യാത്രയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങോട്ട് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഓഫ് റോഡൊന്നുമില്ല, അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെ കയറാവുന്ന രീതിയിലുള്ള വഴി തന്നെയാണ് ഇവിടെ ഉള്ളത്. കൊച്ചിയിൽ നിന്നും 3:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 7 മണിക്ക് ഞാനിവിടെ എത്തി. ഈ കാണുന്ന പുനലൂർ തൂക്കുപാലമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ പണിത് തീർത്ത ഒരു പാലമാണ്. അതേപോലെ തന്നെ കല്ലടയാർ നദിയുടെ ഇരുകരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. 1880 ആ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഇത് ഓപ്പണിംഗ് ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈ കാണുന്നത് തെന്മല ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. പുനലൂരിൽ നിന്നും 21 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ഡാമിൻ്റെ ഭാഗത്തെത്താം. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് 9 to 5 മണി വരെയാണ്. കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് ഡാമിൻ്റെ ലോങ്ങിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. തെന്മല ഡാമിൻ്റെ ഭാഗത്ത് നിന്നും 25 കിലോമീറ്റർ ദൂരമുണ്ട് റോസ്മല ഭാഗത്തേക്ക്. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ചെറിയ ഓഫ് റോഡ് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് റോസ്മല വ്യൂ പോയിൻ്റ് ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഏരിയ തന്നെയാണ് ഈ പോകുന്ന ഫോറസ്റ്റ്. ആര്യങ്കാവ് വനം റേഞ്ചിലും തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലാണ് ഈ സ്ഥലം വരുന്നത്. ഓഫ് റോഡ് ഇതൊന്നും ഇനിയുണ്ട് അത്യാവശ്യം. ഇതൊന്നും ഓഫ് റോഡ്. അപ്പോൾ പിന്നെ ചെറിയൊരു ഓഫ് റോഡ് അങ്ങ് പോയാലോ? ഞാൻ കയറി പോകണോ? പുറകെ പിടിച്ചോ. ആ ഈ കാണുമെന്ന് പറഞ്ഞാൽ 13 കണ്ണറപ്പാലമാണ്. റോസ്മലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കിവിടെ എത്താൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത റെയിൽ പാതങ്ങളുടെ ഭാഗമാണ് ഈ പാലം. കൊല്ലത്ത് നിന്നും മദ്രാസിലേക്കൊക്കെ ചരക്ക് കൊണ്ടുപോകാനായി 1904 നിർമ്മിച്ച ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലം. ഈ റോസ്മല വ്യൂ പോയിന്റിലേക്ക് വരുന്ന ഇപ്പോൾ കണ്ട ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്കാണ് നമ്മൾ രാജത്തോട്ടം എന്ന ഭാഗത്തേക്ക് പോകുന്നത്. അതൊരു ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കയറാനുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷെ പോകുന്നവരുമുണ്ട്. കയറി ഇതിനു മുമ്പ് പോയവർക്ക് ഫൈൻ വന്നതായിട്ട് നമുക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ആണോ? എന്നാൽ പോകണ്ടല്ലേ? നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഫോറസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം ഫൈൻ വരും. നമ്മളൊരു യാത്ര തന്നെ പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉള്ളതാണ്.
നമ്മളിപ്പോൾ കണ്ട വാട്ടർഫാൾസ് പോലെ തന്നെ 2-3 വാട്ടർഫാൾസ് ക്രോസിങ് നമുക്ക് കാണാൻ യാത്ര അതൊരു ഭംഗിയാട്ടോ. നമുക്ക് ബൈക്കിന് പ്രത്യേകിച്ച് ബൈക്കായിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്രോസിങ്ങൊക്കെ കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീസ് വരുന്നത് 50 രൂപയാണ്. ഇവിടുത്തെ ടൈമിങ്ങും 9 മുതൽ 5 വരെയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണ്. ഈ ടവറിൻ്റെ മുകളിൽ കയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെന്മല ഡാമിൻ്റെ പൂർണ്ണപാത നമുക്ക് കാണുവാൻ സാധിക്കും. രസകരമായ ഒരു പേര് എന്തുകൊണ്ട് വന്നു എന്ന് ഞാനിവിടെ തിരക്കി. അപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഇവിടുത്തെ എതിർവശത്തായി കാണുന്ന മലനിരകൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെയാണെന്നും പണ്ട് ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു രാജ്ഞിയുടെ പേരാണ് റോസ് എന്നും ആ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇനി നമുക്ക് ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന ചെങ്കോട്ട എത്തുന്നതിനൊക്കെ ഒരു 6 കിലോമീറ്റർ മുമ്പുള്ള ഒരു കാഴ്ച. പാടവും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും ഒരു പ്രകൃതിയുടെ ഭംഗി തന്നെ നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഗൂഗിൾ പേ കാർ സൗകര്യമൊന്നും അവർ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ കാശ് കരുതുക. ചെങ്കോട്ടയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു പ്രധാനമായി കണ്ടിരിക്കേണ്ട കോവിലാണ് തിരുമല കോവിൽ. ഇതൊരു മുരുകൻ്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ 624 പടികളാണ് ഉള്ളത്. ഇപ്പോൾ പക്ഷേ ഈ പടികളൊന്നും വേണ്ട, നമുക്ക് കാറോ ബൈക്കോ എല്ലാം കയറി പോകുന്ന രീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി നിർമ്മിച്ച ഈ റോഡ്, ആ റോഡിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ്. ദൂരെ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ആ പടികൾ വരുന്നത് റൈറ്റ് സൈഡിൽ കൂടെയാണ് പടികൾ വരുന്നത്. 627 പടികൾ. നമ്മുടെ വഴി വരുന്നത് ഈ കാണുന്ന വഴിയാട്ടോ. ഈ വഴി പോകുന്നതിന് നല്ലൊരു ഭംഗിയുള്ള വഴിയാട്ടോ. കൊല്ലല്ലേ
ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡൊന്നുമല്ല. നമ്മളിതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോഴേക്കും ആ പിന്നിലേക്കുള്ള വ്യൂ പോയിൻ്റൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള പച്ചപ്പും മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ എടുക്കുമായിരുന്നു. ചെങ്കോട്ടയിലേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, ഒന്നൊന്നും കാണണം, ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങോട്ട് വരുന്ന വഴികളും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും ഒരു ഭക്തിയെന്ന് മാത്രമല്ല, ഭക്തിയുടെ ഭാഗമല്ല, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ കാണും, നല്ല ഭംഗിയുള്ള വഴികളൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് തെങ്കാശിയിലേക്ക് ഏകദേശം തെങ്കാശി ടൗണിലേക്ക് തന്നെ 20 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം നമുക്ക് ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് കാണാൻ പോയാലോ ഇവിടുന്ന്. ഞാൻ പറഞ്ഞ ആ ഷൂട്ട് പോയിൻ്റ് ഇതാണ്. നമ്മൾ അന്യൻ എന്ന സിനിമ ഷൂട്ട് ചെയ്തത്, അതിലൊരു ഫേമസ് ആയിട്ടൊരു സോങ് ഉണ്ട്. ആ സോങ് കവർ ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കിവിടെ എത്താൻ കഴിയും. ഈ ഭാഗത്താണ് നമ്മുടെ സൂര്യകാന്തി പൂത്തേക്കണ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഭാഗത്താണ്. അത് ഓണസമയത്ത് വന്നാലാണ് ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സമയത്ത് വന്നാൽ അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രകൃതി ഭംഗിയും അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കുറച്ച് ഇൻസ്റ്റാ 360 എടുത്ത വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇൻസ്റ്റാ 360 ക്യാമറയെ കുറിച്ച് ചെറിയൊരു റിവ്യൂ പിന്നെ ഞാൻ ചെയ്യാം. അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ഒരു സോളോ റൈഡ്, ബൈക്ക് റൈഡ് പോകുന്നവർക്കാണ് പ്രധാനമായിട്ടും ഇത് അനുയോജ്യമാവുന്നത്. അപ്പോൾ ആ പാട്ട് ഇതാട്ടോ. 2005 റിലീസായ ഒരു മൂവിയാണ് അന്യൻ എന്ന് പറഞ്ഞാൽ. അന്നപ്പോൾ വരച്ച പിക്ചേഴ്സാണ് ഈ കാണുന്നത്. രജനീകാന്ത്, MGRും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അത് ചെറിയ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ചെങ്കോട്ട അടുത്തുള്ള കുറ്റാലം ഭാഗത്തുള്ള കുറച്ച് വാട്ടർഫാൾസ് പരിചയപ്പെടാം. അപ്പോൾ തെങ്കാശി റൂട്ട് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ചെങ്കോട്ടയിൽ നിന്നും 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കുറ്റാലത്തെത്താം. കുറ്റാലത്ത് ഒരു 5 വാട്ടർഫാൾസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അതുവഴി കാണാം. അത് കുറ്റാലം ജംഗ്ഷനിൽ നിന്ന് 4.6 കിലോമീറ്റർ ഉള്ളൂ. 5 ലെയറുകളായിട്ടാണ് ഇതെല്ലാം താഴേക്ക് പതിക്കുന്നത്. ഇവിടെ ഉള്ള വാട്ടർഫാൾസിന് എവിടെയും ചാർജ് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഫീസ് ഇല്ല. അതാണ് അടുത്ത കാര്യം. ലേഡീസിന് ഈ സൈഡും ജെൻസിന് അപ്പുറത്തെ സൈഡും അങ്ങനെയാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഇടയ്ക്കൊരു മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ വന്ന് ഒരു അപകടം ഉണ്ടായിരുന്നു. ഇവിടെയല്ല, ന്യൂ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ആ വാട്ടർഫാൾസിലാണ് ഒരു അപകടം ഉണ്ടാവും, ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ യാത്ര ചെയ്യുക ഈ കാണുന്ന ന്യൂ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തെത്താം. ഈ ന്യൂ വാട്ടർഫാൾസാണ് നമ്മൾ ഏറ്റവും അധികം കുറ്റാലത്ത് കാണേണ്ട ഒരു വാട്ടർഫാൾസ്. അത്ര ഭംഗിയാണ് ഈ വാട്ടർഫാൾസ് വരുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഓൾഡ് കുറ്റാലം വാട്ടർഫാൾസ് എത്താം. അതിൻ്റെ നിയറസ്റ്റായിട്ട് മറ്റൊരു വാട്ടർഫാൾസും ഉണ്ട്. ഇങ്ങോട്ടും എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. അപ്പോൾ ഈ വാട്ടർഫാൾസ് നമ്മളൊരു കിലോമീറ്ററോളം നടന്നു വേണം എത്താനായിട്ട്. അത്യാവശ്യം തിരക്കേടില്ല എന്ന് മാത്രമുള്ളൂ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ന്യൂ കുറ്റാലം വാട്ടർഫാൾസും 5 വാട്ടർഫാൾസുമാണ്. രണ്ടും ഏകദേശം നിയറസ്റ്റ് തന്നെയാണ്. ഒരു 5 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ പറയുള്ളൂ. ഈ വാട്ടർഫാൾസിന് നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വാട്ടർഫാൾസാണ് ടൈഗർ വാട്ടർഫാൾസ്. ഇതൊരു വാട്ടർഫാൾസേ എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാ വാട്ടർഫാൾസിനും നിയറസ്റ്റായിട്ട് ഒരു അമ്പലമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇത് വേണമെങ്കിൽ കാണാം എന്ന് മാത്രം. ഇത് ആ ഓൾഡ് വാട്ടർഫാൾസിൻ്റെ നിയറസ്റ്റാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. ഈ യാത്രയിൽ ഞങ്ങൾ മിസ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തെന്മല എക്കോ ടൂറിസം, അതേപോലെ തന്നെ പാലരുവി വാട്ടർഫാൾസ്, അമ്പനാട് ഹിൽസ്. അങ്ങനെ 6:45 നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു. വീണ്ടും പുനലൂർ ഹാങ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തെത്തി.
ഇവിടെ ക്ലോസ് ടൈം 7 മണിയാണ്. കൊല്ലത്തെ കാഴ്ചകളായി കൂടെ ഉണ്ടാകുന്ന 2 സുഹൃത്തുക്കൾ ഇവരാണ്. അപ്പോൾ മറ്റൊരു യാത്രയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.